ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ഡ്രീം ഡെയിലി ഡിസൈൻസ്. ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എന്താണെന്നല്ലേ, ഞാൻ ഈ ഒരു കസ്റ്റമൈസിങ് യാത്ര തുടങ്ങിയിട്ട് 2 വർഷത്തോളമായിട്ടുണ്ട് കേട്ടോ. ഈ കാലയളവിൽ ഞാൻ കസ്റ്റമൈസിങ് ചെയ്ത് കൊടുത്തിട്ടുള്ള വർക്കുകളാണ് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇതിൽ ഞാൻ ഫുള്ളായിട്ടൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും കാണുന്നവർക്കും അതൊരു ബോറടി ആണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് മാത്രമേ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. എന്നെപ്പോലെ സ്വന്തമായിട്ടൊരു വരുമാനം ആഗ്രഹിക്കാത്ത ഒരു പെണ്ണും ഈ ലോകത്തുണ്ടാവില്ല അല്ലേ. ഏതൊരു പെണ്ണിനും സ്വന്തമായിട്ടൊരു വരുമാനം എന്നുള്ളത് അതൊരു ആഗ്രഹങ്ങൾ തന്നെയാണല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ ഞാനും. എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ആഗ്രഹമുണ്ട് എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ പ്രൊഫഷണലി ഒരു ഫാർമസിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും എനിക്ക് കുറച്ച് കാലം മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം എനിക്കിതുപോലെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ പ്രഗ്നൻസിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ എന്ത് ചെയ്യാമെന്നൊക്കെയുള്ള ഒരു ആലോചനയിലെത്തിയത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ റീസെല്ലിംഗ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഡ്രസ്സുകളൊക്കെ റെഡി സ്റ്റോക്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ എന്തുകൊണ്ട് എനിക്ക് കസ്റ്റമൈസിങ് ചെയ്തുകൂടാ എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ടായിരുന്നത്. കാരണം അത്യാവശ്യം അന്നൊന്നും ഞാൻ വർക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ ഇങ്ങനൊരു പ്രൊഫഷനും. അതുപോലെ ഈ ഡിസൈനിങ് എന്ന് പറയുന്നത് എൻ്റെ ഒരു പാഷൻ തന്നെയായിരുന്നു. പണ്ട് മുതലേ നമ്മൾ സ്കൂളുകൾ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു വർക്ക് പീരീഡ് എന്നുള്ളൊരു പീരീഡൊക്കെ ഉണ്ടല്ലോ, ആ സമയത്ത് പഠിച്ച വർക്കുകളാണ് കേട്ടോ ഇതൊക്കെ. അതൊന്ന് പൊടി തട്ടിയെടുത്തത് മാത്രം. അതിനെന്നെ സഹായിച്ചത് നമ്മുടെ യൂട്യൂബ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ യൂട്യൂബിൽ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഓരോന്ന് ചെയ്ത് പഠിക്കുന്നത്. പിന്നെ ഞാൻ ഇതുപോലെ നമുക്ക് റീസെല്ലിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കസ്റ്റമേഴ്സിൻ്റെ ഇടയിലേക്ക് നമ്മൾ ഇതുപോലെ ഓരോന്ന് കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തപ്പം അവരും അതിൽ ഹാപ്പിയായി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്നല്ല അവർക്ക് കിട്ടുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവർ തന്ന മോഡൽ നമ്മൾ അപ്പോൾ തന്നെ ഷോപ്പിൽ പോയി ക്ലോത്ത് എടുത്തിട്ട് അവർ അത്രയും കോണ്ടാക്ട് ചെയ്ത് വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴും വർക്ക് ചെയ്യുമ്പോഴും എല്ലാം നമ്മൾ അവരായിട്ട് മിങ്കിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സും തന്നെ വളരെ ഹാപ്പിയാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്രൊഫഷൻ എന്തായാലും എനിക്ക് പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു പ്രൊഫഷൻ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള ഒരു നിമിഷങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ വർക്ക് ചെയ്യുന്ന സമയം തന്നെയാണ് കേട്ടോ. നമ്മൾ പെണ്ണുങ്ങൾ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് ഒരാൾ വേണമല്ലേ. എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ എന്നും നിന്നിട്ടുണ്ടായിരുന്നത്. ആളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആഫ്റ്റർ ഡെലിവറി ചെറിയ മോർണിംഗ് കൊണ്ട് ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ ഡെലിവറിക്ക് മുന്നേ തന്നെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. പിന്നെ ആഫ്റ്റർ ഡെലിവറി സെക്ഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊന്നും ഞാൻ ഈ ഒരു പ്രൊഫഷൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്തും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ഇക്കയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് കണ്ടിന്യൂ ചെയ്തിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ചെറിയ മോനെ വെച്ച് എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കൊണ്ട് എന്തായാലും പറ്റും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് വേണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് കാര്യം നമ്മൾ വീട്ടിലെ കാര്യങ്ങളും മക്കളുടെ കാര്യവും. കാരണം വലിയ മോന് 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അവൻ്റെ പഠനവും പിന്നെ ചെറിയ മോന് ചെറിയ കുട്ടികളാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വാശിയും കാര്യങ്ങളും കുറുമ്പും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ കാര്യം പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്ത് പോകുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. നമ്മൾ ഒരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊന്നും ഒരു ഭാരമായിട്ട് തോന്നില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഏറ്റവും സന്തോഷമുള്ള സമയം എന്ന് പറയുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ടൈമാണ്. ആ ടൈമിൽ ഞാൻ മോനെ എല്ലാം ഒരുക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു സമയത്ത് കണ്ടെത്തുന്നത്. പലരും എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ചെറിയ മക്കളാകുമ്പോൾ ഈ ഒരു വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് അവർ വലിച്ചിടുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ വർക്ക് ചെയ്യാനിരിക്കുന്നത് എൻ്റെ മോൻ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അത് അവന് ഭയങ്കര വാശിയോടുകൂടെ എല്ലാം വലിച്ചിടുകയൊക്കെ ചെയ്യും കേട്ടോ. എന്നാൽ പോലും ഞാനത് എൻ്റെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രൊഫഷനാണെന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും ഒരു ഭാരമായിട്ട് തോന്നില്ല കേട്ടോ. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടോ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടൊരു പ്രൊഫഷൻ കയ്യിലുണ്ടായിട്ട് നീ എന്തിനാ ഇതിന് നടക്കുന്നത്, നിനക്ക് അതിന് പോയിക്കൂടെ എന്നുള്ളതൊക്കെ. ഞാൻ ഒരിക്കലും എൻ്റെ പ്രൊഫഷൻ മാറ്റി വെച്ചിട്ടല്ല ഞാൻ ഈ പാഷനിലോട്ട് വന്നിട്ടുള്ളത്. ഞാൻ പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ മോനെ വേറെ എവിടെ ആക്കിയിട്ട് എനിക്ക് ജോലിക്ക് ഇറങ്ങാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവനെ നോക്കിയിട്ട്, കാരണം ഈ ഒരു സ്റ്റേജിൽ അവർക്ക് എന്നും മദറിൻ്റെ കെയറും കാര്യങ്ങളും അവർ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല എനിക്ക് തന്നെ ഈ ഒരു 3 ഇയർ ആവുന്ന വരെ എനിക്ക് എൻ്റെ മോനെ കെയർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഒരു 3 വയസ്സ് വരെ ഞാൻ ഈ തൽക്കാലം ഈ ഒരു ഫീൽഡിൽ നിന്നിട്ട് ബാക്കി അവനൊരു 4 വയസ്സൊക്കെ ആകുമ്പോൾ ഞാൻ ഇറങ്ങണം എന്ന് വിചാരിക്കുന്നത്. ആ സമയത്തും ഞാൻ ഇതും മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് കേട്ടോ ആഗ്രഹം.
അതിന് പടച്ചോൻ തൗഫീക്ക് നൽകട്ടെ എന്നുള്ളത് മാത്രമാണ് കേട്ടോ എൻ്റെ ഒരു പ്രാർത്ഥന. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നതും ഞാൻ ഇത്രയും പറഞ്ഞതും വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്കൊരു ഇൻസ്പയർ ആവാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെയും കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ കൂടെ കൂടാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഇതിൽ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റുകളൊക്കെ റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ ഇതുപോലുള്ള കസ്റ്റമൈസിങ് ഓർഡേഴ്സുകൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നല്ലൊരു വരുമാനം നിങ്ങൾ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഫഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രൊഫഷനുള്ള പെണ്ണുങ്ങൾക്കും ഇത് ഒരു പാഷനായിട്ട് കൊണ്ട് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ്. കാരണം നമുക്ക് ഇതുപോലുള്ള മോഡൽസുകളൊക്കെ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഓർഡർ പിടിച്ചിടേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഞാനാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഓൺലി ഫോണായിട്ടുള്ള ഒരു മിങ്കിൾ മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ വീട്ടിലിരുന്ന് എന്തെങ്കിലും വരുമാനം നേടണം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യുക. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ വർക്കുകളും ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്ലോത്ത് എടുക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ്. സ്റ്റിച്ചിങ്ങിന് നമ്മൾ 2 ആൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ സിസ്റ്ററും കൂടെ ചെയ്ത് തരുന്നുണ്ട് എനിക്ക്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ചെയ്ത് കൊടുക്കാനും നിങ്ങൾക്കും ഇതുപോലെ ചെയ്യണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യണം. ഇനി നിങ്ങളും ഇതുപോലെ എൻ്റെ കൂടെ പാട്ടാവാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കോൺടാക്റ്റ് ചെയ്യണേ. ഇതിൽ നിന്ന് ഇത്ര കിട്ടും അത്ര കിട്ടും എന്നൊരു ഒരു എക്സാക്റ്റ് റേറ്റും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓർഡറിനനുസരിച്ചിട്ടാണ് നമ്മുടെ പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പേയ്മെൻറ്റ് നമുക്ക് എത്ര ചെറുതാണെങ്കിൽ പോലും നമ്മൾ ഏൺ ചെയ്യുന്ന ഒരു ക്യാഷ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് എത്ര ചെറുതാണെങ്കിലും അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുക എന്ന് വെച്ചാൽ അതിന് നമുക്ക് വേറൊരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ ഏത് പെണ്ണ് ആഗ്രഹിക്കുന്നതും അത് തന്നെയല്ലേ. നമുക്ക് നമ്മുടെ ചെറിയൊരു ആവശ്യങ്ങൾ പോലും നമ്മുടെ ഭർത്താക്കന്മാരെയും വേറൊരാൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ നമ്മുടെ ചെറിയ കാര്യങ്ങളും നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് സാധിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ എമൗണ്ട് നമുക്ക് ഇതിൽ നിന്ന് എന്തായാലും ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇങ്ങനൊരു ഇത് തുടങ്ങുമ്പോൾ ഒരാളുടെ സപ്പോർട്ട് വേണമെന്ന്. സപ്പോർട്ട് ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരുപാട് പെണ്ണുങ്ങൾ ഇതേപോലെ സപ്പോർട്ട് ഇല്ലാതെ ചെയ്യുന്നവരുണ്ട്. കാരണം നമുക്കിതുപോലെ ക്ലോത്ത് എടുക്കാൻ പോകാനും എനിക്ക് സ്വന്തമായിട്ട് കഴിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരാളെ സപ്പോർട്ട് വേണമെന്ന് ആവശ്യമില്ല. എനിക്കെന്തായാലും ചെറിയ മോനെ വെച്ച് ഒരുപാട് റിസ്ക്കുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓരോ കാര്യത്തിനും. ആളും തന്നെ എനിക്ക് എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഹാൻഡ് സ്റ്റോക്ക് റെഡി സ്റ്റോക്ക് ഐറ്റംസിലൂടെയും പിന്നെ ഇതുപോലെ കസ്റ്റമൈസിങ് എംബ്രോയിഡറി ഇതുപോലുള്ള വർക്കുകളിലൂടെയും നിങ്ങൾക്ക് വരുമാനം നേടണം എന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഒരു ഹായ് എന്ന മെസ്സേജ് അയച്ചാൽ മാത്രം മതി. നമ്മൾ നിങ്ങളുടെ ഡ്യൂട്ടീസ് എന്താണ് ജോബും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. കാരണം നിങ്ങൾ അത്രമേൽ അതിന് ഫോണിന് അഡിക്റ്റായി നിൽക്കുക, ഫോൺ ഫുൾ ടൈം ഓണായി നിൽക്കുക അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വർക്കിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് ഇതിനു വേണ്ടിയിട്ട് ഒരു കുറച്ച് സമയം മാത്രം കണ്ടെത്തിയാൽ മതി. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ സിമ്പിൾ വർക്കുകൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് ഹെവി വർക്കുകളും കിഡ്സിന് പറ്റിയത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വെസ്റ്റേൺ മോഡൽസുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ത്രെഡ് വർക്കും എല്ലാം വർക്കുകളും സിംഗിളായിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോ വർക്കിനും ഓരോ സ്റ്റോറിയാണ് കേട്ടോ പറയാനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനതൊക്കെ നമ്മളെ ചാനലുണ്ട്. അപ്പോൾ ആരെങ്കിലും നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ എല്ലാം ഫുൾ വീഡിയോ ഒരു എക്സാക്റ്റ് വീഡിയോ തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി കണ്ട് നോക്കണം കേട്ടോ. നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു ഫുൾ വീഡിയോ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിലും ഞാൻ ഒരു ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും മോഡൽ നിങ്ങൾ കണ്ടിട്ട് ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളൊരു തോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഏത് രീതിയിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാനാണെങ്കിൽ വർക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ എൻ്റെ കൂടി റീസെല്ലിംഗ് ആയിട്ട് വർക്ക് ചെയ്യാനാണെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഈ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മാത്രം മതി. ഇതുപോലുള്ള സിമ്പിൾ ടോപ്പുകൾ, എയർലൈൻ കുർത്തി, അതുപോലെ മാരേജ് ഫംഗ്ഷൻസിന് വേണ്ടിയിട്ടുള്ള ഹെവി പാർട്ടി വെയർ എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും പ്രൊഫഷണലായിട്ടാണ് അല്ല ചെയ്യുന്നത്. ഒരു ഷോപ്പ് ഒക്കെ ഇട്ടിട്ട് അതിലിരുന്ന് വർക്കേഴ്സിനെ അലോ ചെയ്തിട്ടൊന്നുമല്ല ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീട്ടിലിരുന്നാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വീട്ടുകാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം കിട്ടുന്ന സമയത്ത് മാത്രമാണ് കേട്ടോ ഞാൻ ഇത്രയും ഈ 2 വർഷത്തിൽ ഞാൻ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുള്ളത്.
ഇതിലും ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോയിൽ ഞാൻ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനിയും ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. പിന്നെ അതേപോലെ ചിലതൊന്നും നമുക്ക് അർജൻറ്റ് ആയതുകൊണ്ട് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ സമയം കിട്ടാറില്ല. ആ സമയത്ത് കസ്റ്റമേഴ്സ് അയച്ചു തരുന്ന ഫോട്ടോസാണ്. ചില കസ്റ്റമേഴ്സ് നമുക്ക് അയച്ചു തരില്ല, അവർ ഓക്കെയാണ്, ഡ്രസ്സ് ഓക്കെയാണെന്ന് പറയും. അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ഫോട്ടോസ് അങ്ങനെ മിസ്സായിട്ടുണ്ട്. എന്തൊക്കെ ആയാലും നമുക്ക് ഇത്രയും ഞാൻ ചെയ്തത് ഇതന്നെ അത്യാവശ്യം ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. കാരണം നമ്മൾ ചെയ്ത വർക്കുകളൊക്കെ എങ്ങനെയുണ്ടെന്നും എന്താണെന്നും ഒക്കെ ഒന്ന് കണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ബെറ്റർ ആവും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ കൂടെ കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊക്കെ ഒരു ഹെൽപ്ഫുൾ ആവും. ഇനി ഈ വീഡിയോ കാണുന്നവർക്കാർക്കും ഇതിലൂടെ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ജോബിനോടും അതുപോലെ ഇത് ഈ വർക്ക് ചെയ്യുന്നതും റീസെല്ലിങ് ചെയ്യുന്നതും ഇഷ്ടമില്ലാത്ത ഒരാളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് എന്തായാലും വർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിലും വർക്കുള്ള ഡ്രസ്സ് ഇടാൻ താല്പര്യമില്ലാത്തവരാരും ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിലും ഈ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. അത് മാത്രം പോരാ, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാനും മറക്കരുതേ. ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ്. അത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ മാത്രമാണ് കേട്ടോ ഞാൻ നോക്കാറുള്ളത്. കാരണം അവർ ഒരു മോഡൽ അയച്ചത് ഇന്നത് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളത് ഓക്കെ കൺഫേം ആയതിനു ശേഷം നമ്മൾ ക്ലോത്ത് എടുക്കുമ്പോഴും അതുപോലെ സ്റ്റിച്ച് ചെയ്യണതും വർക്ക് ചെയ്യണതും എല്ലാം നമ്മൾ കസ്റ്റമറുമായിട്ട് ഡീൽ ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയല്ല, ഇങ്ങനെ ആവാമായിരുന്നു എന്ന് ഏതൊരു കസ്റ്റമർ പറഞ്ഞാലും നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. കാരണം സ്റ്റിച്ച് ചെയ്തത് അടി കഴിക്കുന്നതും വർക്ക് ചെയ്തത് അത് സ്റ്റിച്ച് അയക്കുന്നതും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ള കേസായതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാം ചെയ്യുന്നതിന് മുന്നേ കസ്റ്റമറുമായിട്ട് ഡീൽ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോസിൽ വരെ ഞാൻ ഓരോന്ന് ചെയ്യുന്നതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ അത്യാവശ്യം നല്ല ഹെവി വർക്കുകൾ വരെ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിലെങ്ങനെയാണ് നിങ്ങൾ ജോബ് ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷനൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ജോലി എന്താണെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വോയിസ് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മളായിട്ട് ചെയ്താൽ മതി. ഞാൻ ഈ വീഡിയോയിൽ ഞാനത് പറയുന്നില്ല. നിങ്ങളെന്തായാലും ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഇതൊക്കെ നമ്മൾ റേലൈൻ കുർത്തിയിൽ സിമ്പിളായിട്ടുള്ളൊരു നെക്ക് ഡിസൈനാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ കസ്റ്റമേഴ്സ് നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുള്ള ചെയ്തതാണ്. നമ്മൾ ഒരുപാട് കളേഴ്സിൽ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ വർക്ക് നമ്മൾ ചെയ്യുമ്പോഴും അത് ഓരോ കസ്റ്റമേഴ്സിൻ്റെ കസിൻസോ ഫ്രണ്ട്സോ ഒക്കെ കണ്ടിട്ട് നമുക്കിങ്ങനെ ഓർഡർ കിട്ടാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ ഇതും നമ്മൾ ഒരു കണ്ണൂർക്കാണ് കേട്ടോ. കണ്ണൂരിലെ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഒരുപാട് നാട്ടിലുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്രൊഫഷനിലൂടെ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പുറത്തൊന്നും യാത്ര ചെയ്യുക അങ്ങനെ വല്ലാതെ യാത്ര ഒന്നും ചെയ്യാത്ത ഒരാൾക്കാരാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോസും നമ്മുടെ ഫോട്ടോസും ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ അവർ അത് കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് ഓർഡർ തരുമ്പോൾ ഒരുപാട് പാലക്കാട്, ആലപ്പുഴ, മൈസൂർ അങ്ങനെയൊക്കെ ആണ് കേട്ടോ നമ്മുടെ ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന ആ ഒരു ഡ്രസ്സിൻ്റെയും അത് വർക്കിൻ്റെയൊക്കെ ക്വാളിറ്റിയും അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ നമുക്ക് അവിടെ നിന്ന് വരെ ആൾക്കാർ നമുക്ക് ഓർഡർ തരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളിലുള്ളൊരു വിശ്വാസമാണ് കേട്ടോ. അവരുടെ വിശ്വാസമാണ് നമ്മൾ എന്നും നിലനിർത്തി പോകേണ്ടത് എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ മാത്രമാണ് കേട്ടോ. നമ്മൾ എത്രത്തോളം അവർക്ക് 100% ജെനുവിനാക്കി കൊടുക്കുന്നുവോ അതാണ് കേട്ടോ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രോഫിറ്റ് എന്ന് പറയുന്നത്. കാരണം അവരിൽ ഒരാൾ നമ്മളൊരു ഡ്രസ്സ് കിട്ടി ഓക്കെയാണ്, അവർ വിചാരിച്ചിലേറെ ഭംഗിയുണ്ട് എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയൊരു അച്ചീവ്മെൻറ്റ് വേറെ ഇല്ലാന്നേ. എനിക്കും തന്നെ പേഴ്സണലി ഒരു 90% അവർ ട്രസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിലേക്ക് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിലും അതൊരു 100% ആക്കി കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരാൾ ഇപ്പോൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഇതുപോലുള്ള ഓർഡേഴ്സ് തരുമ്പോൾ അവർക്കും ഒരു വിശ്വാസം ഉണ്ടാവില്ലല്ലോ, ഇതൊക്കെ ഓക്കെ ആവോ ശരിയാവോ എന്നുള്ള ഒരു സംശയമൊക്കെ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അവരങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് അവർ വിചാരിക്കുന്നതിൻ്റെ ഒരു പടി മുകളിലായിട്ട് ചെയ്ത് കൊടുക്കണം എന്ന് ചിന്തിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്ലോത്ത് എടുക്കുമ്പോഴും എല്ലാം നമ്മൾ കസ്റ്റമറായിട്ട് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അവർക്കും തന്നെ അതിലൊരു വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതുപോലെ ചെയ്യുന്നത്. ഇതൊക്കെ നോക്കൂ, നല്ല അടിപൊളിയായിട്ടുള്ള മോഡൽസ് നമ്മളിതുപോലെ പിൻട്രസ്റ്റിന്നും കാര്യങ്ങൾക്കൊക്കെ നോക്കി സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുത്തതാണ്.
ഈ ഒരു മോഡൽ നമ്മൾ ഒന്ന് എൻ്റെ മോൾക്ക് വേണ്ടി ചെയ്തതായിരുന്നു. അത് കഴിഞ്ഞ് അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് തിരുവനന്തപുരത്ത് നിന്നൊക്കെ ഒരു ഓർഡർ കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോസ് ഫോട്ടോസൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് പറയണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടത് മോഡൽസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ചെയ്തു തരുന്നതാണ്. അപ്പോൾ എന്തായാലും അതിനും നമ്മളെ കോൺടാക്ട് ചെയ്യാൻ മറക്കില്ല. അതിനാണ് പറഞ്ഞത് നമ്മുടെ ഈ ഫോൺ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളാം. നിങ്ങൾക്ക് ആവശ്യം വരും. ഒരു പാർട്ടി ഇല്ലാതെ എന്തായാലും നടക്കില്ല അല്ലേ. എന്തെങ്കിലും ഒരു സൺഡേ ഒരു പാർട്ടി ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും നമ്മൾ പെണ്ണുങ്ങൾ ഒരു ഡ്രസ്സ് ഒരു പാർട്ടി കിട്ടുക, അടുത്ത പാർട്ടിക്ക് നമ്മൾ ആ ഡ്രസ്സ് ഇടൂല അല്ലേ. അതെല്ലാ പെണ്ണുങ്ങളും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. പിന്നെ അത് മാത്രം അല്ല, ഞാൻ പറഞ്ഞ ജോബിൻ്റെ കാര്യം മറക്കരുത്. നമ്മുടെ കൂടെ കൂടിയാണ്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരും നമ്മൾ ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഇതാണ് കേട്ടോ ഞാൻ എൻ്റെ മോൾക്ക് ചെയ്തതിൻ്റെ ബ്ലാക്കിൽ മൾട്ടി കളർ കോമ്പിനേഷൻ വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ എൻ്റെ കസിൻ്റെ മോൾക്ക് വേണ്ടി ചെയ്ത് കൊടുത്തതായിരുന്നു. അത് കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് കേട്ടോ ഞാൻ നേവി ബ്ലൂവിലും പിന്നെ അതുപോലെ ഒരു പീച്ചിലും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞാനിതുപോലെ ഒരു ആപ്പിൽ മോഡൽ കണ്ടിട്ട് അവർക്ക് അയച്ചു കൊടുത്തിട്ട് ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ അവർ തന്നെയാണ് കേട്ടോ ബ്ലാക്കിൽ ഏത് മൾട്ടി കളേഴ്സ് ത്രെഡ് വേണമെന്നുള്ളത് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ ഇത് ഞാൻ എൻ്റെ കസിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ട് എനിക്ക് ചെയ്തൊരു വർക്കാണ് കേട്ടോ. എനിക്കിതുപോലെ ഒരു കട്ട് വർക്ക് ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കസ്റ്റമേഴ്സിന് ചെയ്യുന്നതിനേക്കാൾ ഉപരി എനിക്ക് തന്നെ ചെയ്തിരുന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ചെയ്തൊരു വർക്കാണ്. അപ്പോൾ ഇതിനും തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മോഡൽ പിന്നെ ചെയ്തതിന് ശേഷം ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് ആ ഒരു മോഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതായത് നമ്മൾ സിമ്പിളായിട്ടുള്ള ഹാങ്ങിങ്ങും ലൈസൊക്കെ കൊടുത്തിട്ട് വെറും കട്ട് ബീഡ്സ് വെച്ചിട്ട് നോർമലായിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സിമ്പിളാണോ ഹെവി ആണോ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ കോൺടാക്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഇന്നത് മാത്രമേ ചെയ്യൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അത് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മാത്രം മതി കേട്ടോ. വർക്ക് മാത്രമാണോ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നവരുടെ ഇതുപോലെ മക്കൾക്ക് പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രോക്കുകളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വർക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെയ്യുന്നുള്ളൂ, ഇല്ലെങ്കിൽ നമ്മളത് സ്കിപ്പ് ചെയ്ത് കളയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്ത ഓരോ വർക്കുകളാണ്. അപ്പോൾ നമ്മൾക്ക് എല്ലാം കൂടെ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അടിപൊളിയായിട്ടുള്ള നല്ല അടിപൊളി ഗൗണുകൾ ഇതൊക്കെ ഞാൻ എൻ്റെ കസിൻ്റെ കല്യാണത്തിന് എൻ്റെ ഇളച്ചിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തതാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരുപോലെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ത്രെഡ് വർക്കാണെങ്കിലും കട്ട് ബീഡ്സ് വർക്കാണെങ്കിലും ഏത് വർക്കാണെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വർക്കാണ് കേട്ടോ നമ്മൾ ചെയ്തു തരുന്നത്. ഇനിയിപ്പോൾ ക്ലോത്ത് ആവട്ടെ അതുപോലെ വർക്കാവട്ടെ എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചെയ്തു തരുന്നത്. അപ്പോൾ എന്തായാലും ഈ വർക്കുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരും പിന്നെ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവരും പിന്നെ എൻ്റെ കൂടെ ജോബ് ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാനും മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. ആർക്കാണ് ഈ വീഡിയോ ഉപകാരപ്പെടുക എന്നൊന്നും എനിക്കറിയില്ല. എന്നെക്കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ എൻ്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റ്. പിന്നെ ഇതുപോലെ നമ്മൾ വർക്കൊന്നും ചെയ്യാതെ ഇതുപോലുള്ള പ്രിൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ എടുത്തിട്ട് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ട ഒരു ഗൗണാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മൾ ബാബാ സൂട്ട് മോഡലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഓണം ഇതിൽ വേണ്ടിയിട്ട് ഒരു 5 മന്ത് ബേബിക്കാണ് കേട്ടോ ഈ ഒരു വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ നമ്മളിതുപോലെ മോഡൽസ് അവർ കസ്റ്റമർ അയച്ചു തന്നിട്ട് അവരുടെ മോഡൽസിനനുസരിച്ച് ചെയ്ത് കൊടുത്തതാണ്. പിന്നെ അതുപോലെ നമ്മൾ സെറ്റ് സാരിയിലാണ് കേട്ടോ ഈ ഒരു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യുക. അതിലൂടെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും കൂടെ മറക്കല്ലേ. ഈ 3 കാര്യത്തിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. നമ്മൾ ചെയ്ത വർക്കുകളാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ പിന്നെ എങ്ങനെയാണ്? താങ്ക് യു ഫോർ വാച്ചിങ്.